ഫോൺ പേയിൽ നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ ആ ഒരു ട്രാൻസാക്ഷൻ അങ്ങോട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിലരൊക്കെ UPI പിൻ അങ്ങോട്ട് മറന്നു പോകാറുണ്ട്. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ പേ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഫോൺ പേയുടെ UPI പിൻ നമ്മൾ മറന്നു പോയാലും പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഫോൺ പേ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോൺ പേയിൽ UPI പിൻ മറന്നാൽ നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫോൺ പേയെ സംബന്ധിച്ച വളരെ യൂസ്ഫുൾ ആയ എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയുള്ള ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടാനായി വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ ഫോൺ പേയിൽ UPI പിൻ മറന്നാൽ ആധാർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിൽ ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. വന്നിരിക്കുന്ന ഹോം സ്ക്രീനിൽ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് കുറച്ച് മുകളിലേക്ക് നീക്കുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ നടുവിലായിട്ട് മാനേജ് പേയ്മെന്റ്സ് എന്നൊരു ബോക്സ് കാണുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് ഐക്കണുകളും ഉണ്ട്. അപ്പൊ ആ ബോക്സിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ഇതാ ഇവിടെ വ്യൂ ആൾ എന്ന് കാണുന്നില്ലേ, അതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിനെയും ഞാൻ മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ നടുവിൽ ഇടതുഭാഗത്തായിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻ UPI ബാങ്ക് അക്കൗണ്ട്സ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ഫോൺ പേയുമായിട്ട് എത്ര ബാങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ചിലരൊക്കെ ഫോൺ പേയിൽ ഒരു ബാങ്ക് മാത്രമേ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവുകയുള്ളൂ. എന്നാൽ ചിലർ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ 2 ബാങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കനറ ബാങ്ക് ആണ്, മറ്റൊന്ന് ഫെഡറൽ ബാങ്കും. അപ്പൊ ഇതിൽ ഏത് ബാങ്ക് അക്കൗണ്ടിന്റെ UPI പിന്നാണോ നമ്മൾ മറന്നു പോയത് അല്ലെങ്കിൽ പുതിയത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാൻ ഈ 2 ബാങ്കുകൾക്കും വ്യത്യസ്ത UPI പിന്നുകൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കനറ ബാങ്കിന് 6 അക്കങ്ങളുള്ള UPI പിന്നാണ് ഉള്ളത്. എന്നാൽ ഫെഡറൽ ബാങ്കിന്റെ UPI പിന്നിന് 4 അക്കങ്ങളേ ഉള്ളൂ. ഞാൻ ആദ്യം കനറ ബാങ്കിന്റെ പിന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഫെഡറൽ ബാങ്കിന്റെ പിന്നും വേഗത്തിൽ ചെയ്ത് കാണിക്കാം. അക്കങ്ങളിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ടും ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ കനറ ബാങ്കിന്റെ പിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയ ആരോ കാണുന്നില്ലേ, ഇതിൽ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ ആ ചെറിയ ആരോയിൽ തന്നെ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ നടുവിലായിട്ട് UPI പിൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ റീസെറ്റ് എന്നൊരു ഓപ്ഷനും ഉണ്ട്. നമ്മൾ UPI പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ റീസെറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ റീസെറ്റ് എന്ന ഓപ്ഷനെ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ ഉണ്ട്. ആധാർ നമ്പർ ലിങ്ക്ഡ് വിത്ത് ബാങ്ക് എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അതിന്റെ റൈറ്റ് സൈഡിലുള്ള സർക്കിൾ ആണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നതും. അപ്പൊ നമ്മൾ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതേപോലെ സെലക്ട് ആയി കിടക്കേണ്ടത്. ഇനി അങ്ങനെ ഇതിവിടെ സെലക്ട് ആയി കിടക്കുന്നില്ലെങ്കിൽ ഈ സർക്കിളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റൈറ്റ് മാർക്ക് വന്നിട്ട് അത് സെലക്ട് ആവുന്നതാണ്. ഇനി അതിന് താഴെ ഡെബിറ്റ് ഓർ ATM കാർഡ് എന്ന ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിനാണോ UPI പിൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണത്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം തമ്പനയിലായിട്ട് സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ UPI പിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിന്റെ UPI പിന്നാണോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നിങ്ങളൊരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പൊ ആ ഒരു മൊബൈൽ നമ്പറുമായിട്ട് നിങ്ങളുടെ ആധാർ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ആധാറുമായിട്ട് ബാങ്കിലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ലിങ്ക്
ലിങ്ക് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിന്ന് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഈ സ്ക്രീനിലെ ആധാറിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി കാണുന്ന ഈ കണ്ടിന്യൂ എന്ന ബ്ലൂ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ മുകളിലായിട്ട് ദാ ഇവിടെ എൻ്റർ ദ ഫസ്റ്റ് 6 ഡിജിറ്റ് ഓഫ് ആധാർ നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു. ഇത് എൻ്റെ ആധാർ കാർഡാണ്. ഇതിൽ ഇതാ ഇവിടെ ഒരു 12 അക്കങ്ങളുള്ള ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ, അതാണ് ആധാർ നമ്പർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും ഞാനൊന്ന് പ്രത്യേകിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലെ ആദ്യത്തെ ഈ 6 അക്കങ്ങൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നാണ് അവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പറിന്റെ ആദ്യത്തെ 6 അക്കങ്ങൾ ക്രമം തെറ്റാതെ ഇവിടെ താഴെയുള്ള കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള ഈ കണ്ടിന്യൂ എന്ന ബ്ലൂ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ മുകളിലായിട്ട് എൻ്റർ 6 ഡിജിറ്റ് ആധാർ OTP എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് 6 അക്കങ്ങളുള്ള ഒരു OTP ഇപ്പോൾ വരുന്നതാണ്. ആ OTP നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ മുകളിൽ കാണുന്ന ആ 6 വരകളുണ്ടല്ലോ, അതിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ 6 അക്കങ്ങൾ ആഡ് ആകുന്നതാണ്. ഇതാ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആ OTP എൻ്റെ ഫോണിലേക്ക് വന്നത് തന്നെ ആ 6 അക്കങ്ങൾ ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. അങ്ങനെ ആധാറിന്റെ OTP ഇവിടെ ആഡ് ആകുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് മറ്റൊരു OTP കൂടെ SMS ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഇതാ ഇപ്പോൾ ഇവിടെ മുകളിൽ കണ്ടില്ലേ, ബാങ്കിൽ നിന്ന് വരേണ്ട ആ OTP കൂടി SMS ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ OTP ഇതാ ഇവിടെ കാണുന്ന 027458 എന്ന നമ്പറാണ്. വന്നിരിക്കുന്ന ഈ OTPയും ഈ സ്ക്രീനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആകുന്നതാണ്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. അപ്പോൾ ആദ്യം വന്ന ആധാറിന്റെ OTP ഇവിടെ ആദ്യം കയറിയിട്ടുണ്ടല്ലോ, അത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ക്രീനിന്റെ താഴെയായിട്ടുള്ള കീബോർഡിലെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ റൈറ്റ് ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ റൈറ്റ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തത് തന്നെ ബാങ്കിൽ നിന്ന് വന്ന രണ്ടാമത്തെ OTP ഇവിടെ മുകളിൽ ആഡ് ആയി കഴിഞ്ഞു. അങ്ങനെ അത് നിങ്ങൾക്ക് ആഡ് ആകുന്നില്ലെങ്കിൽ ആ SMS-ലെ OTP എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കീബോർഡിലെ ഈ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. പക്ഷെ അതിന്റെ ആവശ്യം വരില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഇതുപോലെ ആഡ് ആകുന്നതാണ്. അപ്പൊ ഞാൻ ഇത് എൻ്റർ ചെയ്യാനായിട്ട് ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്ക്രീനിന്റെ മുകളിലായിട്ട് സെറ്റ് 6 ഡിജിറ്റ് UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഇനിയാണ് നമുക്ക് ഇഷ്ടമുള്ള 6 അക്കങ്ങൾ വരുന്ന പുതിയൊരു UPI പിന്ന് ഇവിടെ താഴെ കാണുന്ന കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള 6 അക്കങ്ങളുള്ള ഒരു പിന്ന് ഞാൻ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ മുകളിലായിട്ട് കൺഫേം 6 ഡിജിറ്റ് UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിൻ ഉണ്ടല്ലോ, അതിന്റെ നമ്പറുകൾ ക്രമം തെറ്റാതെ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ 6 അക്കങ്ങൾ വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ എൻ്റർ ബട്ടൺ അഥവാ ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ UPI പിൻ ഈസ് സെറ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിൻ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി മുതൽ കാനറ ബാങ്കിന്റെ ഏതൊരു ട്രാൻസാക്ഷൻ ഞാൻ ഫോൺ പേയിൽ നടത്തുമ്പോഴും ഈ പുതിയ UPI പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ട്രാൻസാക്ഷൻ നടത്താനാവുക. ഇനി ഫോണിന്റെ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ബാക്ക് അടിക്കുകയാണ്. അങ്ങനെ മുമ്പത്തെ സ്ക്രീനിൽ തന്നെ ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ കാനറ ബാങ്കിന്റെ ഞാൻ ചെയ്തല്ലോ, ഇനി ഫെഡറൽ ബാങ്കിന്റെ ഞാൻ വേഗത്തിൽ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് അതിന് താഴെയുള്ള ഫെഡറൽ ബാങ്കിന്റെ ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ നടുവിലായിട്ടുള്ള ആ റീസെറ്റിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലും ആധാറിന്റെ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്ക്രീനിന്റെ താഴെയായിട്ടുള്ള ആ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യുന്നു. ഇനി എൻ്റെ ആധാർ നമ്പറിലെ ആദ്യത്തെ 6 അക്കങ്ങൾ ഞാൻ ഇവിടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു. താഴെയായി വന്നിരിക്കുന്ന ആ കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും ആധാറിൽ നിന്ന് വരേണ്ട OTP എൻ്റെ ഫോണിലേക്ക് വന്ന് അതിവിടെ ആഡ് ആയി കഴിഞ്ഞു. ഒപ്പം ബാങ്കിൽ നിന്ന് വരേണ്ട OTP ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള കീബോർഡിലെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അത് എൻ്റർ ചെയ്തതും തന്നെ ബാങ്കിൽ നിന്ന് വന്ന OTP മുകളിൽ ആഡ് ആയി കഴിഞ്ഞു. ഞാൻ വീണ്ടും കീബോർഡിലെ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന് മുകളിൽ 4 വരകളാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫെഡറൽ ബാങ്കിന് 4 അക്കങ്ങളുള്ള UPI പിന്നാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങളുള്ള പുതിയൊരു UPI പിന്ന് ഞാൻ ഇവിടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. വീണ്ടും ആ പുതിയ പിൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും അതേ നമ്പർ തന്നെ ക്രമം തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി വീണ്ടും ആ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ UPI പിൻ ഈസ് സെറ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഫെഡറൽ ബാങ്കിന് 4 അക്കങ്ങളുള്ള പുതിയ പിന്ന് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.